GK മിൻസിൻ്റെ ഇന്ത്യൻ പൊളിറ്റി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UPSC ടെക്സ്റ്റ് ബുക്കായ ലക്ഷ്മികാന്തിനെ ബേസ് ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള ക്ലാസ്സാണിത്. ക്ലാസ്സുകൾ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഒപ്പം ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ്, ഫീഡ്ബാക്സ്, കമൻറ്റ്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ gkmins@gmail.com എന്ന മെയിൽ ID മെയിൽ ചെയ്യുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ 2 പാർട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909 വരെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. കാണാത്തവർ ആ ക്ലാസ് ജസ്റ്റ് കാണുക. ചാപ്റ്റർ ഫസ്റ്റിൻ്റെ ഇൻട്രൊഡക്ഷനും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നതെന്നുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ. സോ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണാം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ഈ 2 ആക്ട്സാണ് കവർ ചെയ്യുന്നത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 തൊട്ടടുത്ത് വരുന്ന ക്ലാസ്സിൽ തന്നെ കവർ ചെയ്യുന്നതായിരിക്കും. ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 1917 ഓഗസ്റ്റ് 20 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു കാര്യം ഡിക്ലെയർ ചെയ്തു. അവർ പറഞ്ഞു, ഫോർ ദ ഫസ്റ്റ് ടൈം അവർ പറയുകയാണ്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യയിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇന്ത്യക്ക് വേണ്ടി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഗ്രാജുവലി ഒരു റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇന്ത്യക്ക് വേണ്ടി കൊണ്ടുവരിക എന്നുള്ളതാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യയിലുള്ള ലക്ഷ്യം എന്നവർ ആദ്യമായിട്ട് ഡിക്ലെയർ ചെയ്തു. ആൻഡ് ഇതിനു വേണ്ടിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 ഇനാക്ട് ചെയ്തത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 എന്നാണ് ഇത് പറയുന്നതെങ്കിലും ഈ ആക്ട് ശരിക്കും നിലവിൽ വന്നത് 1921 അവർക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 came into force in 1921. This act is also known as Montagu-Chelmsford reforms. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് Montagu-Chelmsford reforms. കാരണം ഈ ആക്ട് വരുന്ന സമയത്ത് മൊണ്ടാഗു ആയിരുന്നു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആൻഡ് ചെംസ്ഫോർഡ് ആയിരുന്നു വൈസ്രോയ്. ഓർക്കുക, മൊണ്ടാഗു ആയിരുന്നു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആൻഡ് ചെംസ്ഫോർഡ് ആയിരുന്നു വൈസ്രോയ്. ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പദവി ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഏത് ആക്ട് വഴിയാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആക്ട് ഫോർ ഗുഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858 വഴിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പദവി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ആക്ടിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861 ആണ് ശരിക്കും ഇന്ത്യയിൽ ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത്. അതെന്താ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ? അതിന് മുന്നേ വരെ സെൻറ്ററിന് സുപ്രീം പവർ, ബാക്കി പ്രൊവിൻസസ് എല്ലാം അതിൻ്റെ കീഴിൽ, അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് ഉണ്ടായിരുന്നത്. അതായത് ബംഗാൾ പ്രസിഡൻസിക്ക് സുപ്പീരിയർ പവറും മറ്റ് പ്രസിഡൻസീസ് എല്ലാം ഇതിന് കീഴിലായിട്ട് വരും. അങ്ങനെ ഒരു ഭരണമാണ് അതിന് മുന്നേ വരെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861 ആണ് ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ വന്നപ്പോഴേക്കും ബംഗാൾ, ബോംബെ, മദ്രാസ് പ്രസിഡൻസീസ് ഇതെല്ലാം ഒരേ പവർ, ഒരേ സ്റ്റേറ്റസ് എൻജോയ് ചെയ്യുന്ന തരത്തിലേക്ക് ഒരു സിസ്റ്റം കൊണ്ടുവന്നു ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സിൻ്റെ ഓരോ സ്റ്റെപ്സ് കാണാൻ പറ്റും. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇറ്റ് റിലാക്സ്ഡ് the central control over the provinces by demarcating and separating the central and provincial subjects. ഇവിടെ സെൻറ്ററിൻ്റെ കൺട്രോള്, സെൻറ്ററിന് മറ്റ് പ്രൊവിൻസസിന് നേരെ ഉണ്ടായിരുന്ന കൺട്രോള് റിലാക്സ് ചെയ്തു. എങ്ങനെ? ബൈ ഡിമാർക്കേറ്റിംഗ് ആൻഡ് സെപ്പറേറ്റിംഗ് സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ സബ്ജക്ട്സ്. ഭരണത്തെ സെൻട്രൽ സബ്ജക്ട്സ് എന്നും പ്രൊവിൻഷ്യൽ സബ്ജക്ട്സ് എന്നും 2ആയിട്ട് തിരിച്ചു. അങ്ങനെ സെൻറ്ററിനുണ്ടായിരുന്ന ആ സുപ്പീരിയർ അധികാരത്തെ ഒന്ന് റിലാക്സ് ചെയ്തു. പ്രൊവിൻസസിനും സെൻറ്ററിനും ഇപ്പം ഏകദേശം ഒരേപോലത്തെ രീതിയിൽ കാര്യങ്ങൾ നിശ്ചയിക്കാം, അങ്ങനെ ഒരു തരത്തിലേക്ക് വന്നു. ആൻഡ് ദ സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചേഴ്സ് വെയർ ഓത്തറൈസ്ഡ് ടു മേക്ക് ലോസ് ഓൺ ദെയർ റെസ്പെക്റ്റീവ് ലിസ്റ്റ് ഓഫ് സബ്ജക്ട്സ്. സെൻറ്ററിനും പ്രൊവിൻസസിനും അധികാരം കൊടുത്തു. അവരവരുടേതായ കാര്യങ്ങളിൽ, അവരവരുടേതായ ഏരിയകളിൽ ഭരണം നടത്താൻ, അതുപോലെ തന്നെ നിയമങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള അധികാരം സെൻറ്ററിനും പ്രൊവിൻസസിനും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. However, the structure of government continued to be centralized and unitary. പക്ഷേ ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ആ സ്ട്രക്ചർ സെൻട്രലൈസ്ഡ് ആയിട്ടും യൂണിറ്ററി ആയിട്ടും തന്നെ നിന്നു. It further divided the provincial subjects into 2 parts, transferred and reserved. പ്രൊവിൻഷ്യൽ സബ്ജക്ട്സിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു ഈ ആക്ട്.
ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ് എന്നും റിസർവ്ഡ് സബ്ജക്ട്സ് എന്നും. ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ് എന്ന് പറയുമ്പോഴേക്കും they were to be administered by the governor with the aid of ministers responsible to the legislative council. അപ്പോൾ ട്രാൻസ്പോർട്ട് സബ്ജക്ട്സിൽ അഡ്മിനിസ്ട്രേഷൻ നടത്തേണ്ടത് ഗവർണർ ആയിരുന്നു, വിത്ത് ദ ഹെൽപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ലെജിസ്ലേറ്റീവ് കൗൺസിലിന് റെസ്പോൺസിബിൾ ആയിരിക്കുന്ന മിനിസ്റ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടി ഗവർണർ ആയിരിക്കണം അഡ്മിനിസ്ട്രേഷൻ നടത്തേണ്ടത്. എവിടെ? ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സിൽ. Whereas coming to reserved subjects, the administration were to be done by the governor and his executive council without being responsible to the legislative council. ഇവിടെ അഡ്മിനിസ്ട്രേഷൻ നടത്തേണ്ടത് ഗവർണറും അദ്ദേഹത്തിൻ്റെ ലെജിസ്ലേറ്റീവ് കൗൺസിലും കൂടെ ചേർന്നാണ്, വിത്തൗട്ട് ബീയിങ് റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഇവിടെ ഒരു ഡ്യുവൽ ഗവർണൻസ് ഉണ്ട് അല്ലേ? ഈ ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സിൻ്റെ കേസിലും റിസർവ്ഡ് സബ്ജക്ട്സിൻ്റെ കേസിലും രണ്ടായിട്ട് ഒരു ഡ്യുവൽ ഗവർണൻസ് ഉണ്ട്. ഈ ഡ്യുവൽ സ്കീം ഓഫ് ഗവർണൻസിനെയാണ് നമ്മൾ ഡൈആർക്കി എന്ന് പറയുന്നത്. ഡബിൾ റൂൾ എന്നർത്ഥം വരുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഡൈആർക്കി എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത്. സോ ഓർത്തിരിക്കുക, സിസ്റ്റം ഓഫ് ഡൈആർക്കി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 ഡൈആർക്കി എന്ന് പറയുന്ന സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബട്ട് ദിസ് എക്സ്പെരിമെൻറ്റ് വാസ് ലാർജ്ലി അൺസക്സസ്ഫുൾ. പക്ഷേ ഇങ്ങനെ ഉണ്ടായിരുന്നൊരു കോൺസെപ്റ്റ് വിജയിച്ചില്ല. ഇറ്റ് വാസ് അൺസക്സസ്ഫുൾ. It introduced for the first time bicameralism and direct elections in the country. ആദ്യമായിട്ട് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആൻഡ് ഡയറക്റ്റ് ഇലക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ആക്റ്റാണ്. ഏത് ആക്ട്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919. ഓർക്കുക, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 ആണ് ആദ്യമായിട്ട് ബൈക്യാമറൽ ബൈക്യാമറലിസവും അതുപോലെ തന്നെ ഡയറക്റ്റ് ഇലക്ഷൻസും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. Thus, the Indian Legislative Council was replaced by a bicameral legislature consisting of an upper house, that is the Council of State, and lower house, Legislative Assembly. അപ്പോൾ ബൈക്യാമറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ തന്നെ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ വന്നു. അതിനകത്ത് ഒരു അപ്പർ ഹൗസും ഒരു ലോവർ ഹൗസും ഉണ്ടാവും. അപ്പർ ഹൗസിനെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നും ലോവർ ഹൗസിനെ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നും പറയും. ആൻഡ് ദ മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ദ ഹൗസസ് were chosen by direct election. ഈ രണ്ട് ഹൗസിലേക്കും ഉള്ള മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ഡയറക്റ്റ് ഇലക്ഷൻസ് വഴിയാണ്. ഈ രണ്ട് ഹൗസിലേക്കുള്ള മെമ്പേഴ്സിനെ ചൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് ഇലക്ഷൻസ് വഴിയാണ്. ഇറ്റ് റിക്വയർഡ് ദാറ്റ് 3 out of 6 members ഓഫ് ദ വൈസ്രോയ് എക്സിക്യൂട്ടീവ് കൗൺസിൽ were to be Indians. വൈസ്രോയ് എക്സിക്യൂട്ടീവ് കൗൺസിലിൽ 6 മെമ്പേഴ്സിൽ 3 പേരും ഇന്ത്യൻസ് ആയിരിക്കണമെന്ന് ഈ ആക്ട് പറഞ്ഞു. കമാൻഡർ ഇൻ ചീഫ് ഒഴികെയുള്ള 3 മെമ്പേഴ്സ് ഇന്ത്യൻസ് ആയിരിക്കണം. അപ്പോൾ കമാൻഡർ ഇൻ ചീഫ് എപ്പോഴും ബ്രിട്ടീഷുകാർ തന്നെ ആയിരിക്കാം, അതിന് പ്രോബ്ലം ഇല്ല. പക്ഷേ വൈസ്രോയ് എക്സിക്യൂട്ടീവ് കൗൺസിലിലെ 6 മെമ്പേഴ്സിൽ 3 പേര് ഇന്ത്യൻസ് ആയിരിക്കണം എന്ന് പറഞ്ഞു. ഇറ്റ് എക്സ്റ്റെൻഡഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ ബൈ പ്രൊവൈഡിങ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് ഫോർ 6 ഇന്ത്യൻ ക്രിസ്ത്യൻസ്, ആംഗ്ലോ ഇന്ത്യൻസ് ആൻഡ് യൂറോപ്യൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909 പറഞ്ഞപ്പോഴേക്കും കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ്റെ കാര്യം പറഞ്ഞതാണ് അല്ലേ? അവിടെ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ ഫോർ മുസ്ലിംസ് കൊടുത്തു. സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഒക്കെ ഉണ്ടാക്കി കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ ഫോർ മുസ്ലിംസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ അന്ന് അവർ കൊടുത്ത ആ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ, മുസ്ലിംസിന് മാത്രം കൊടുത്തിരുന്ന ആ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. എക്സ്റ്റെൻഡഡ് ടു 6 ഇന്ത്യൻ ക്രിസ്ത്യൻസ്, ആംഗ്ലോ ഇന്ത്യൻസ് ആൻഡ് യൂറോപ്യൻസ്. ഇത്രയും സെക്ഷൻസിന് കൂടെ വേണ്ടിയിട്ട് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഗ്രാൻഡഡ് ഫ്രാഞ്ചൈസി ടു എ ലിമിറ്റഡ് നമ്പർ ഓഫ് പീപ്പിൾ ഓൺ ദ ബേസിസ് ഓഫ് പ്രോപ്പർട്ടി, ടാക്സ് ഓർ എഡ്യൂക്കേഷൻ. പ്രോപ്പർട്ടി, ടാക്സ് ആൻഡ് എഡ്യൂക്കേഷൻ, ഈ 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഇവർ ഫ്രാഞ്ചൈസി പ്രൊവൈഡ് ചെയ്തിരുന്നത്. അതും വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം. സൊസൈറ്റിയിൽ ഹയർ സ്ട്രേറ്റയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഫ്രാഞ്ചൈസി കൊടുത്തിരുന്നത്. ഇറ്റ് ക്രിയേറ്റഡ് എ ന്യൂ ഓഫീസ് ഓഫ് ദ ഹൈ കമ്മീഷണർ ഫോർ ഇന്ത്യ ഇൻ ലണ്ടൻ ആൻഡ് ട്രാൻസ്ഫർഡ് ടു ഹിം സം ഓഫ് ദ ഫങ്ഷൻസ് hitherto പെർഫോംഡ് ബൈ ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് സിമിലർ ആയിട്ടുള്ളൊരു പോസ്റ്റ് ലണ്ടനിൽ ക്രിയേറ്റ് ചെയ്തു. അതിന് സിമിലർ ആയിട്ടുള്ളൊരു ഓഫീസ്, ഹൈ കമ്മീഷണർ ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്
ഓഫീസ് ഓഫ് ഹൈ കമ്മീഷണർ ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഓഫീസ് ലണ്ടനിൽ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇന്ത്യയിൽ എന്തൊക്കെ ഫങ്ഷൻസ് പെർഫോം ചെയ്തോ ഇതുവരെ ചെയ്തിരുന്ന ഫങ്ഷൻസ് എല്ലാം അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്തു. പ്രൊവൈഡഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ PSC, പബ്ലിക് സർവീസ് കമ്മീഷൻ. ഹെൻസ് a Central Public Service Commission was set up in 1926 for recruiting civil servants. സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു 1926. സിവിൽ സർവൻസിനെ റിക്രൂട്ട് ചെയ്യുന്നതിനായിട്ട് 1926 ഒരു സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. It separated for the first time provincial budgets from the central budget and authorized the provincial legislatures to enact their budgets. ആദ്യമായിട്ട് ബജറ്റ് സെപ്പറേറ്റ് ചെയ്തു. സെൻട്രൽ ബജറ്റെന്നും പ്രൊവിൻഷ്യൽ ബജറ്റെന്നും ബജറ്റിനെ സെപ്പറേറ്റ് ചെയ്തു. മാത്രമല്ല പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചേഴ്സിന് ബജറ്റ് അവതരിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ബജറ്റ് പാസ്സാക്കാനുള്ള അധികാരവും കൊടുത്തു. സോ ബജറ്റ് സെപ്പറേറ്റ് ചെയ്തത് ഏത് ആക്റ്റാണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 അല്ലെങ്കിൽ മൊണ്ടാഗോ ചെംസ്ഫോർഡ് റിഫോംസ് ആണ് ബജറ്റ് ആദ്യമായിട്ട് സെപ്പറേറ്റ് ചെയ്തത്. It provided for the appointment of a statutory commission to inquire into and report on its working after 10 years of it coming into force. ഈ ആക്ട് നിലവിൽ വന്ന് 10 വർഷം കഴിയുമ്പോഴേക്കും ഒരു കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്യണമെന്ന് ഇവർ പറഞ്ഞു. എന്തിനാണെന്ന് വെച്ചാൽ ഇവരുടെ വർക്കിംഗ് സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ രൂപീകരിക്കണമെന്ന് ഇവരാദ്യമേ പറഞ്ഞിരുന്നു. ഈ ആക്ട് നിലവിൽ വന്ന് 10 വർഷത്തിനുള്ളിൽ. അങ്ങനെ വന്ന കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. അത് 1927 നവംബർ മാസമാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. സോ 1919 മൊണ്ടാഗോ ചെംസ്ഫോർഡ് റിഫോംസ് വരുന്നത്. അത് കഴിഞ്ഞ് 10 വർഷം കഴിയുമ്പോഴാണ് ഒരു കമ്മിറ്റി അങ്ങനെ അപ്പോയിൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത്. സോ 10 വർഷം കഴിയുമ്പോഴെന്ന് പറയുമ്പോഴേക്കും 1929 കമ്മീഷൻ വരേണ്ടത്. പക്ഷേ 2 വർഷം മുന്നേ തന്നെ പറഞ്ഞിരുന്ന ഷെഡ്യൂളിൽ 2 വർഷം മുന്നേ തന്നെ സൈമൺ കമ്മീഷൻ വന്നു. അങ്ങനെ ഒരു കമ്മീഷൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്തു അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് സർ ജോൺ സൈമൺ. അപ്പോൾ ഇതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? സർ ജോൺ സൈമൺ ആയിരുന്നു. ഇതൊരു 7 മെമ്പേർഡ് കമ്മീഷനായിരുന്നു. 7 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു കമ്മീഷനായിരുന്നു. ആൻഡ് ഇറ്റ് കെയിം ടു ഇന്ത്യ ടു റിപ്പോർട്ട് ഓൺ ദ കണ്ടീഷൻ ഓഫ് ഇന്ത്യ അണ്ടർ ഇറ്റ്സ് ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ ബ്രിട്ടീഷ് ഭരണ സമയത്ത് ഇന്ത്യയുടെ അവസ്ഥകൾ, ഇന്ത്യയിലുണ്ടായിരുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം പറ്റി പഠിച്ച് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക എന്നതായിരുന്നു സൈമൺ കമ്മീഷൻ്റെ ഡ്യൂട്ടി. ഇതൊരു 7 മെമ്പേർഡ് കമ്മീഷനാണെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഓൾ ദ മെമ്പേഴ്സ് വെയർ ബ്രിട്ടീഷേഴ്സ്. ഇതിലുണ്ടായിരുന്ന എല്ലാ മെമ്പേഴ്സും ബ്രിട്ടീഷുകാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പാർട്ടീസ് എല്ലാം ഈ കമ്മീഷൻ ബോയ്ക്കോട്ട് ചെയ്തു. അങ്ങനെ 1930 കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ആൻഡ് ഇവർ കുറച്ച് റെക്കമെൻഡേഷൻസ് വെച്ചിരുന്നു ആ സമയത്ത്. ഇന്ത്യയെ പറ്റിയിട്ടുള്ള പഠനം, അതിൻ്റെ അവസ്ഥ, ഇതെല്ലാം വെച്ചിട്ട് ഇവരൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1930 അതിനെ ബേസ് ചെയ്ത് ഇവർ കുറച്ച് സജഷൻസ്, റെക്കമെൻഡേഷൻസ് വെച്ചിരുന്നു. അതെന്താണെന്നാണ് ഇനി പറയുന്നത്. അബോളിഷൻ ഓഫ് ഡയാർക്കി, എക്സ്റ്റൻഷൻ ഓഫ് റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇൻ ദ പ്രൊവിൻസസ്, establishment of a federation of British India and princely states, continuation of communal electorate. ഇത് ഇത്രയുമായിരുന്നു സൈമൺ കമ്മീഷൻ മുന്നോട്ട് വച്ചിരുന്ന റെക്കമെൻഡേഷൻസ്. ആൻഡ് ഈ റെക്കമെൻഡേഷൻസിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസ് സംഘടിപ്പിച്ചു. അവരുടെ ഡിസ്കഷൻസിനെ ബേസ് ചെയ്ത് അവരൊരു വൈറ്റ് പേപ്പർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് അതിനെ ബ്രിട്ടീഷ് പാർലമെൻറ്റിന് സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം സൈമൺ കമ്മീഷൻ പറഞ്ഞിരുന്ന ആ റെക്കമെൻഡേഷൻസും കൂടെ ആഡ് ചെയ്ത് ഈ വൈറ്റ് പേപ്പറിൽ ഉള്ള ഡിസ്കഷൻസിനെയും എല്ലാം കൂടെ മെർജ് ചെയ്തിട്ട് ഇവർ അടുത്ത ഒരു ആക്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചു. ആ ആക്റ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. നെക്സ്റ്റ്, കമ്മ്യൂണൽ അവാർഡ്. In August 1932, Ramsay MacDonald, the British Prime Minister, announced a scheme of representation of the minorities which came to be known as Communal Award. 1932 ഓഗസ്റ്റ് മാസം അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റാംസേ മക്ഡൊണാൾഡ് അനൗൺസ് ചെയ്ത ഒരു സ്കീമാണ് ഈ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്നത്. അത് മൈനോറിറ്റീസിന് വേണ്ടിയിട്ട്, അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന മൈനോറിറ്റീസിൻ്റെ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് അനൗൺസ് ചെയ്തൊരു സ്കീമാണ്
ഈ കമ്മ്യൂണൽ അവാർഡ്. The award not only continued separate electorates for the Muslims, Sikhs, Indian Christians, Anglo-Indians and Europeans, but also extended it to the depressed classes, that is scheduled caste. അപ്പോൾ ഇതിൽ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണിത്. ഈ അവാർഡ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് സിസ്റ്റം, അതായത് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ, അത് മുസ്ലിംസിന്, സിഖ്സിന്, ഇന്ത്യൻ ക്രിസ്ത്യൻസ്, ആംഗ്ലോ ഇന്ത്യൻസ്, യൂറോപ്യൻസ് ഇവർക്കൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു. മാത്രമല്ല ഈ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് സിസ്റ്റം ഡിപ്രസ്ഡ് ക്ലാസ്സസിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റിന് കൂടെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തു. ഇതുവരെ മുസ്ലിംസ്, സിഖ്സ്, ഇന്ത്യൻ ക്രിസ്ത്യൻസ്, ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് മാത്രം ഉണ്ടായിരുന്നതിനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇന്ത്യയിലുണ്ടായിരുന്ന ഡിപ്രസ്ഡ് ക്ലാസ്സസ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് അവർക്ക് കൂടി ഒരു കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് സിസ്റ്റം അവർക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഈ കമ്മ്യൂണൽ അവാർഡ് കാരണമായി. And Gandhiji was distressed over this extension of the principle of communal representation to the depressed classes and undertook fast unto death in Yerawada jail of Pune to get the award modified. അപ്പോൾ കമ്മ്യൂണൽ അവാർഡിൻ്റെ ഈ പ്രൊവിഷൻ കാരണം ഗാന്ധിജി ഡിസ്ട്രസ്ഡ് ആയി. ഇന്ത്യയിലുള്ള ഡിപ്രസ്ഡ് ക്ലാസ്സസിന് കൂടി ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് സിസ്റ്റം കൊടുക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാരെന്ത് ചെയ്യും? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ടൊരു ചായ്വ് വരും ഇന്ത്യക്കാർക്ക്. സോ അവർക്കൊരു സ്പെഷ്യൽ സ്റ്റേറ്റസ് കൊടുക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് വില്ലിംഗ് ആണ് എന്നുള്ള ഒരു അവസ്ഥ വന്നാൽ നോർമലി അവർ ബ്രിട്ടീഷിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ആ ഒരു സമയത്ത് ഇന്ത്യൻസ് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്തിരുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്, ഒരു സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടിയിട്ട്. നമുക്ക് ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസ് കൂടെ ആയിരുന്നില്ല വേണ്ടത്, നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീഡം വേണമായിരുന്നു. ഒരു ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്നുള്ളൊരു ഡ്രീമോട് കൂടി പ്രവർത്തിച്ചിരുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു പ്രൊവിഷൻ വെക്കുകയാണെങ്കിൽ കമ്മ്യൂണൽ അവാർഡ് വഴി ഈ ഡിപ്രസ്ഡ് ക്ലാസ്സസിന് കൂടി കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് സിസ്റ്റം അവർക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നോർമലി അവർക്ക് അങ്ങോട്ടേക്കൊരു ചായ്വ് വരും. ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് എന്നുള്ള ഡ്രീം ഫുൾഫിൽ ചെയ്യണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു പ്രൊവിഷൻ വയ്ക്കുമ്പോൾ നോർമലി ഇന്ത്യയിലെ ഡിപ്രസ്ഡ് ക്ലാസ്സസ് അവരുടെ ഭാഗത്ത് നിൽക്കും. സോ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന നമ്മുടെ ഡ്രീം ഫുൾഫിൽഡ് ആവാനുള്ള ചാൻസ് അവിടെ കുറയ്ക്കുകയാണ്. സോ ഇത് മനസ്സിലാക്കിയ ഗാന്ധിജി മരണം വരെ നിരാഹാരം കിടക്കാൻ തീരുമാനിച്ചു പൂനെയിലെ യെരവാദ ജയിലിൽ. ഈ അവാർഡിൻ്റെ പ്രൊവിഷൻ മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അങ്ങനെ അവസാനം ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. കോൺഗ്രസ് ലീഡേഴ്സും, അതായത് INC ഇൻ്റർനാഷണൽ കോൺഗ്രസ് ലീഡേഴ്സും ഈ ഡിപ്രസ്ഡ് ക്ലാസ്സസും തമ്മിൽ, അന്നത്തെ മൈനോറിറ്റി വിഭാഗത്തിലുള്ള ആൾക്കാരും തമ്മിൽ ഒരു കരാർ വെച്ചു. ആ കരാറിന് പറയുന്ന പേരാണ് പൂന പാക്ട്. ഇറ്റ് റീറ്റെയിൻഡ് ദ ഹിന്ദു ജോയിൻറ്റ് ഇലക്ടറേറ്റ് ആൻഡ് ഗ്യാവ് റിസർവ്ഡ് സീറ്റ്സ് ടു ദ റിപ്രസ്ഡ് ക്ലാസ്സസ്. അത് ഹിന്ദു ജോയിൻറ്റ് ഇലക്ടറേറ്റ് എന്ന് പറയുന്ന സിസ്റ്റത്തിനെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് അതിനുള്ളിൽ തന്നെ ഈ ഡിപ്രസ്ഡ് ക്ലാസ്സസിന്, ഈ മൈനോറിറ്റീസിന് ഒരു ഭാഗം കൊടുത്തു. റിസർവ്ഡ് സീറ്റ്സ് അവർക്ക് കൊടുത്തു, ഡിപ്രസ്ഡ് ക്ലാസ്സസിന് കൊടുത്തു. ഇനി അടുത്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. ഇത് സെക്കൻഡ് മൈൽ സ്റ്റോൺ ടുവേർഡ്സ് എ കംപ്ലീറ്റ്ലി റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത്. റെസ്പോൺസിബിൾ ഗവൺമെൻറ്, ഇന്ത്യയിൽ ഒരു റെസ്പോൺസിബിൾ ഗവൺമെൻറ് കൊണ്ടുവരുന്നതിനുള്ള സെക്കൻഡ് മൈൽ സ്റ്റോൺ ആയിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. ഇപ്പോൾ ഫസ്റ്റ് മൈൽ സ്റ്റോൺ ഏതായിരുന്നു? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 ആയിരുന്നു. നമ്മൾ പറഞ്ഞില്ലേ, അതാണ്, ആ ആക്റ്റാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 ആണ് ആദ്യമായിട്ട് ബ്രിട്ടീഷേഴ്സിന് ഇന്ത്യയിലുള്ള ലക്ഷ്യം ഒരു റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞത്. സോ ഇത് സെക്കൻഡ് മൈൽ സ്റ്റോൺ ആണ്. ഇറ്റ് വാസ് എ ലെങ്തി ആൻഡ് ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റ് ഹാവിങ് 321 സെക്ഷൻസ് ആൻഡ് 10 ഷെഡ്യൂൾസ്. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ആക്റ്റായിരുന്നു. 321 സെക്ഷൻസും 10 ഷെഡ്യൂൾസും ഉള്ള ഒരു ലെങ്തി ആയിട്ടുള്ള ആക്റ്റാണ്. ഈ ആക്റ്റിനെ തന്നെ നമ്മൾ ബ്ലൂ പ്രിൻ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിങ്ങിലേക്ക് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് ബ്ലൂ പ്രിൻ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. It provided for the establishment of an All India Federation consisting of provinces and princely states as units. ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ രൂപീകരണത്തിന് കാരണമായി, with provinces and princely states as units.
The Act divided the powers between the center and units in terms of 3 lists. അപ്പോൾ സെൻറ്ററിനും പ്രൊവിൻസസിനും അല്ലെങ്കിൽ സെൻറ്ററിനും അതിൻ്റെ യൂണിറ്റ്സിനും പവേഴ്സ് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അത് 3 ലിസ്റ്റാക്കി ഡിവൈഡ് ചെയ്തിട്ട് പവേഴ്സ് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. എങ്ങനെയൊക്കെ? ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ ഇങ്ങനെ 3 ലിസ്റ്റായിട്ട് ഭരണത്തെ ഡിവൈഡ് ചെയ്ത് കൊടുത്തത് അല്ലെങ്കിൽ ആ പവറിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 വഴിയാണ്. ഫെഡറൽ ലിസ്റ്റ് സെൻറ്ററിനാണ്, അതിന് 59 ഐറ്റംസ് ഉണ്ട് അതിനകത്ത്. പ്രൊവിൻഷ്യൽ ലിസ്റ്റ് പ്രൊവിൻസസിന് വിത്ത് 54 ഐറ്റംസ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ് ഫോർ ബോത്ത് വിത്ത് 36 ഐറ്റംസ്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ഇനി വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് റെസിജ്വറി പവേഴ്സ് വെയർ ഗിവൺ ടു ദ വൈസ്രോയ്. ഈ 3 ലിസ്റ്റിലും ഇൻക്ലൂഡഡ് ആവാത്ത അധികാരങ്ങളെല്ലാം വൈസ്രോയിയെ ഏൽപ്പിച്ചു. ഹൗവർ ദ ഫെഡറേഷൻ നെവർ കെയിം ഇൻ ടു ബീയിങ് ആസ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഡിഡ് നോട്ട് ജോയിൻ ഇറ്റ്. പക്ഷേ ഈ ഫെഡറേഷൻ നിലവിൽ വന്നില്ല, കാരണം പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അവർക്കതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഫെഡറേഷൻ നിലവിൽ വന്നില്ല. നെക്സ്റ്റ്, ഇറ്റ് അബോളിഷ്ഡ് ഡയാർക്കി ഇൻ ദ പ്രൊവിൻസസ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് പ്രൊവിൻഷ്യൽ ഓട്ടോണോമി ഇൻ ഇറ്റ്സ് പ്ലേസ്. പ്രവിശ്യകളിൽ ദ്വിഭരണം അവസാനിപ്പിച്ചു. എന്നിട്ട് പ്രൊവിൻഷ്യൽ ഓട്ടോണോമി, അതായത് പ്രവിശ്യകളിൽ സ്വയം ഭരണം എന്നുള്ള കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. സ്വയം ഭരണമാകാം എന്ന് പറഞ്ഞ് പ്രൊവിൻഷ്യൽ ഓട്ടോണോമി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദ പ്രൊവിൻസസ് വെയർ അലൗഡ് ടു ആക്ട് ആസ് ഓട്ടോണോമസ് യൂണിറ്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ദെയർ ഡിഫൈൻഡ് സ്പിയേഴ്സ്. പ്രൊവിൻസസിന് ഓട്ടോണോമസ് യൂണിറ്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് ആക്ട് ചെയ്യാം. അതായത് അവർക്ക് അവരുടെ സ്പിയേഴ്സിൽ, അവരുടെ ഏരിയകളിൽ പ്രൊവിൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലെല്ലാം ഡിസിഷൻ എടുക്കാനുള്ള അല്ലെങ്കിൽ നിയമങ്ങൾ കൊണ്ടുവരാനുള്ള അധികാരം പ്രൊവിൻസസിന് കൊടുത്തു. Moreover, the Act introduced responsible governments in provinces. That is, the governor was required to act with the advice of ministers responsible to the provincial legislatures. അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ഗവൺമെൻറ്റ്സ് പ്രൊവിൻസസിലേക്ക് കൊണ്ടുവന്നു. അതായത് പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് അനുസരിച്ച് ഗവർണർ ആക്ട് ചെയ്യണം, ഗവർണർ ഡിസിഷൻ എടുക്കണം. അങ്ങനെ സോ ഓർത്തിരിക്കുക, റെസ്പോൺസിബിൾ ഗവൺമെൻറ് പ്രൊവിൻസസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ആണ്. ഓർക്കുക, പ്രൊവിൻസസിൽ റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. This came into effect in 1937 and was discontinued in 1939. ഈ പ്രൊവിഷൻ 1937 നിലവിൽ വന്നു, പക്ഷേ 1939 ആയപ്പോഴേക്കും ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. It provided for the adoption of diarchy at the center. സെൻറ്ററിൽ ദ്വിഭരണം അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഈ ആക്ട്. ആൻഡ് കോൺസിക്വൻ്റ്ലി ദ ഫെഡറൽ സബ്ജക്ട്സ് വെയർ ഡിവൈഡഡ് ഇൻ ടു റിസർവ്ഡ് സബ്ജക്ട്സ് ആൻഡ് ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ്. അപ്പോൾ സെൻറ്ററിൽ ഡയാർക്കി അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അവിടെയുള്ള ഫെഡറൽ സബ്ജക്ട്സിനെ എല്ലാം റിസർവ്ഡ് സബ്ജക്ട്സ് എന്നും ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ് എന്നും പറഞ്ഞ് ഡിവൈഡ് ചെയ്യാനും തീരുമാനിച്ചു. പക്ഷേ ദിസ് പ്രൊവിഷൻ ഓഫ് ദ ആക്ട് ഡിഡ് നോട്ട് കം ഇൻ ടു ഓപ്പറേഷൻ അറ്റ് ഓൾ. ഈ പ്രൊവിഷൻ പറഞ്ഞു വയ്ക്കാനേ പറ്റുള്ളൂ, ഇത് നിലവിൽ വന്നില്ല. This act introduced bicameralism in 6 out of 11 provinces. 11 പ്രവിശ്യകളിൽ 6 ബൈക്യാമറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ, ഒരു അപ്പർ ഹൗസും ലോവർ ഹൗസും ഉള്ള രീതിയിൽ ഒരു ബൈക്യാമറൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തു 11 പ്രൊവിൻസസിനകത്ത് 6. അത് ഏതൊക്കെയാണ് ഈ 6? ബംഗാൾ, ബോംബെ, മദ്രാസ്, ബീഹാർ, ആസാം, യുണൈറ്റഡ് പ്രൊവിൻസസ്. ഈ 6 പ്രൊവിൻസസിലാണ് ബൈക്യാമറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഹവർ മെനി റെസ്ട്രിക്ഷൻസ് വെയർ പ്ലേസ്ഡ് ഓൺ ദം. പക്ഷേ ബൈക്യാമറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും ഇതിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഇറ്റ് ഫർദർ എക്സ്റ്റെൻഡഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ ബൈ പ്രൊവൈഡിങ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് ഫോർ ഡിപ്രസ്ഡ് ക്ലാസസ്, ദാറ്റ് ഇസ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, വിമൻ ആൻഡ് ലേബർ. നമ്മൾ കഴിഞ്ഞ ആക്സിലൊക്കെ പറഞ്ഞ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ ഇല്ലേ, അത് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് സിസ്റ്റം അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ഡിപ്രസ്ഡ് ക്ലാസസ്, വിമൻ, ലേബർ ഈ 3 വിഭാഗങ്ങൾക്ക് കൂടി വേണ്ടിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ്, ഇറ്റ് അബോളിഷ്ഡ് ദ കൗൺസിൽ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858 എസ്റ്റാബ്ലിഷ് ചെയ്ത കൗൺസിൽ ഓഫ് ഇന്ത്യ അബോളിഷ് ചെയ്തു. ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ വാസ് പ്രൊവൈഡഡ് വിത്ത് എ ടീം ഓഫ് അഡ്വൈസേഴ്സ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യക്ക് അഡ്വൈസേഴ്സ്, ഒരു ടീം ഓഫ് അഡ്വൈസേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. ഇറ്റ് എക്സ്റ്റെൻഡഡ് ഫ്രാഞ്ചൈസി. About 10% of the total population got the voting right.
ഫ്രാഞ്ചൈസി എക്സ്റ്റെൻഡ് ചെയ്തു. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഹയർ സ്ട്രേറ്റിലുള്ള ആൾക്കാർക്ക്, അതും അവരുടെ പ്രോപ്പർട്ടി എഡ്യൂക്കേഷനൊക്കെ ബേസ് ചെയ്ത് മാത്രമാണ് ഫ്രാഞ്ചൈസി കൊടുത്തിരുന്നത്. ഇവിടെ ഫ്രാഞ്ചൈസി എക്സ്റ്റെൻഡ് ചെയ്തു. 10% ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷന് വോട്ടിംഗ് റൈറ്റ് കിട്ടി. It provided for the establishment of a Reserve Bank of India to control the currency and credit of the country. രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ ഒന്ന് ചിട്ടപ്പെടുത്താൻ വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കാരണമായി. It provided for the establishment of not only a Federal Public Service Commission but also a Provincial Public Service Commission and Joint Public Service Commission for 2 or more provinces. ഓരോ പ്രൊവിൻസസിന് വേണ്ടിയിട്ടും പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷനും അതുപോലെ തന്നെ 2 അതിൽ കൂടുതലോ പ്രൊവിൻസസ് ചേർന്ന് വരുന്നിടത്ത് ഒരു ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനും രൂപീകരിക്കാൻ കാരണമായി. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ഫെഡറൽ കോർട്ട് വിച്ച് വാസ് സെറ്റപ്പ് ഇൻ 1937. 1937 ഒരു ഫെഡറൽ കോർട്ട് രൂപീകരിക്കുന്നതിൽ കാരണമായി. ജി.കെ. മെൻസിൻ്റെ ഇന്നത്തെ ക്ലാസ്സോടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 ഏറ്റവും അടുത്ത ക്ലാസ്സിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സസ് ഓൺ ടൈം കിട്ടുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സജഷൻസ് ആൻഡ് ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.